ബ്രിട്ടനിലെ ബ്രിസ്റ്റോൾ നഗരത്തിനടുത്തുള്ള പൈൽമാർഷ് എന്ന ഒരു ചെറിയ ഗ്രാമത്തിലെ ഷൂ നിർമ്മാതാവായ സാമുവൽ ഹോബ്ലിയുടെയും സാറയുടെയും 5 മക്കളിൽ ഏറ്റവും ഇളയവളായാണ് അമീലിയ ഡെയറിന്റെ ജനനം. ചെറുപ്പം മുതലേ അവൾ പഠനത്തിലും സാഹിത്യത്തിലുമെല്ലാം ഒരു പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു പോകവെയാണ് അവളുടെ അമ്മയ്ക്ക് പെട്ടെന്ന് ടൈഫസ് രോഗം പിടിപെടുന്നത്. അമ്മയുടെ രോഗാവസ്ഥ പലപ്പോഴും അവളെ ഭയപ്പെടുത്തിയെങ്കിലും അവൾ അമ്മയെ പരിചരിച്ചു പോന്നു. അതിനിടയ്ക്ക് 1841 അമേലിയയ്ക്ക് 6 വയസ്സുള്ളപ്പോൾ അവളുടെ മൂത്ത സഹോദരിയായ സാറ ആൻ പെട്ടെന്ന് മരണപ്പെട്ടു. തുടർന്ന് 1845 അവളുടെ അമ്മ വീണ്ടും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഈ കുഞ്ഞിന് മരണപ്പെട്ടുപോയ മൂത്ത സഹോദരിയുടെ പേരു തന്നെയാണ് നൽകിയത്. എന്നാൽ നിർഭാഗ്യവശാൽ മാസങ്ങൾക്കുള്ളിൽ ആ കുഞ്ഞും മരണത്തിനു കീഴടങ്ങി. ഇതോടുകൂടി അമേലിയയുടെ അമ്മയായ സാറ ഹോബ്ലി മാനസികമായി വല്ലാതെ തളർന്നുപോയി. അവളുടെ അച്ഛനും സഹോദരങ്ങളുമെല്ലാം അവരുടേതായ കാര്യങ്ങളുമായി മുൻപോട്ടു പോയെങ്കിലും അമേലിയ പലപ്പോഴും അമ്മയുടെ രോഗാവസ്ഥയുമായി പൊരുത്തപ്പെട്ടു പോകാൻ വളരെയേറെ കഷ്ടപ്പെട്ടു. അങ്ങനെയിരിക്കെ 1848 അവൾക്ക് 11 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരണപ്പെടുകയും അമ്മ പോയതോടെ തീർത്തും ഒറ്റപ്പെട്ടുപോയ അമേലിയ പിന്നീട് അവളുടെ അമ്മായിയോടൊപ്പം താമസമാക്കുകയും ചെയ്തു. 1859 അവളുടെ 22-ാം വയസ്സിൽ അവളുടെ അച്ഛനും മരണപ്പെട്ടു. അതോടെ തീർത്തും അവൾ കുടുംബവുമായി അകന്നു. അവളുടെ സഹോദരനാണെങ്കിൽ പാരമ്പര്യമായി കിട്ടിയ ഷൂ ബിസിനസ്സുമായി മുൻപോട്ടു പോയി. കുടുംബവുമായി അകന്നതോടെ 1861 തന്റെ 24-ാം വയസ്സിൽ അവൾ വീട് വിട്ടുമാറി താമസിക്കാൻ തീരുമാനിച്ചു. ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനിടയിൽ അവൾ 59 വയസ്സുള്ള ജോർജ് തോമസ് എന്നൊരാളുമായി പ്രണയത്തിലാവുകയും വൈകാതെ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹത്തിനു ശേഷം പല ജോലിക്കായും അമേലിയ ശ്രമിച്ചെങ്കിലും ഒടുവിൽ അവൾ എത്തിപ്പെട്ടത് ഭർത്താവിന്റെ സുഹൃത്തായിരുന്ന ഹെലൻ എന്ന നഴ്സിന്റെ അടുത്തായിരുന്നു. ഹെലനു കീഴിൽ അവൾ തന്റെ പരിശീലനവും ആരംഭിച്ചു. എന്നാൽ ഹെലൻ ഒരു ഹോസ്പിറ്റൽ നഴ്സൊന്നും ആയിരുന്നില്ല. മറിച്ച് അവിവാഹിതരായ ഗർഭിണികളെ സ്വന്തം വീട്ടിൽ പരിചരിക്കുകയും പിന്നീട് അവർക്കുണ്ടാകുന്ന കുട്ടികളെ പണം വാങ്ങി ബേബി കെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു നഴ്സായിരുന്നു അവർ. വിവാഹിതരാകാതെ ഗർഭിണികളാകുന്ന ഇത്തരം സ്ത്രീകൾക്ക് ഹെലനെ പോലെയുള്ളവർ ഒരു ആശ്വാസമായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ പലപ്പോഴും അമ്മമാർ തന്നെ അവിടെ ഉപേക്ഷിച്ചു പോകുകയാണ് പതിവ്. ഹെലനൊപ്പം നിന്ന് ഈ തൊഴിലിനെക്കുറിച്ച് അമേലിയ കൂടുതൽ പഠിക്കുകയും അങ്ങനെ അത് തന്റെ വരുമാന മാർഗമായി മാറ്റാൻ അവൾ തീരുമാനിക്കുകയും ചെയ്തു. അതോടെ പല അമ്മമാരും അമേലിയയെ തേടിയെത്തി. പരസ്യങ്ങളിലൂടെയായിരുന്നു അവൾ തന്റെ ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത്. സമൂഹത്തിന് മുൻപിൽ തങ്ങൾക്ക് വളർത്താനാകില്ലെങ്കിലും തങ്ങളുടെ പൊന്നോമനകൾ അവളുടെ കയ്യിൽ സുരക്ഷിതരായിരിക്കുമെന്നവർ കരുതി. മനസ്സില്ലാ മനസ്സോടെ പലരും കുഞ്ഞുങ്ങളെയും പണവും അമേലിയയ്ക്കു നൽകി. എന്നാൽ അമേലിയയുടെ കയ്യിലെത്തുന്ന കുഞ്ഞുങ്ങളെ കാത്തിരുന്നത് ജീവിതമായിരുന്നില്ല, മറിച്ച് അതിക്രൂരമായ മരണമായിരുന്നു. കുറച്ചു നാളുകൾ കുഞ്ഞുങ്ങളെ നന്നായി പരിപാലിച്ച ശേഷം കുഞ്ഞുങ്ങൾക്ക് ഒപ്പിയം കലർന്ന പാനീയം നൽകി അവൾ അവരെ ഉറക്കിക്കിടത്തി. എന്നാൽ പല കുഞ്ഞുങ്ങളും പിന്നീട് ഉണർന്നതുമില്ല. ആ കുഞ്ഞുങ്ങളെ തിരക്കി ആരും വരില്ലെന്ന് അവർക്കുറപ്പുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ക്രൂരത തുടർന്നു പോരുകയും അതിനാൽ തന്നെ കുഞ്ഞുങ്ങളെ നോക്കാനായി ലഭിക്കുന്ന തുക അവർക്കായി ചിലവാക്കേണ്ടിയും വന്നില്ല. ഇതിനിടയിൽ അവളുടെ ഭർത്താവ് മരണപ്പെടുകയും തുടർന്ന് 1872 അവൾ വില്യം ഡയർ എന്നയാളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ആ ബന്ധത്തിൽ അമേലിയയ്ക്ക് 2 മക്കളും ജനിച്ചു. അതോടെ ബേബി ഫാമിൽ നിന്നും കുറച്ച് ഇടവേളയെടുത്ത അവൾ സാമ്പത്തിക ഭദ്രതയ്ക്കായി വീണ്ടും അതിലേക്ക് തന്നെ തിരിഞ്ഞു. പതിവ് പോലെ പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് തന്റെ ഇടപാടുകാരെ അവൾ കണ്ടെത്തി. എന്നാൽ ഇത്തവണ കുഞ്ഞുങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ കൊലപ്പെടുത്താനായിരുന്നു അവളുടെ തീരുമാനം. അമേലിയയുടെ കയ്യിലെത്തിയ കുഞ്ഞുങ്ങളെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ മരണത്തിനു കീഴടങ്ങി. കുട്ടികൾ പെട്ടെന്ന് മരണപ്പെടാനായി ഇത്തവണ ശ്വാസം മുട്ടിച്ചായിരുന്നു അവൾ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയിരുന്നത്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അമേലിയ തന്റെ ക്രൂര പ്രവൃത്തിയും തുടർന്നു പോന്നു. 100 കണക്കിന് കുട്ടികൾ അവളുടെ ക്രൂരതയ്ക്ക് ഇരയായി. എന്നാൽ അമേലിയ പിടിക്കപ്പെട്ടില്ല. കാരണം കുഞ്ഞുങ്ങളെ തിരക്കി ആരും വരാത്തതിനാൽ തന്നെ ഈ കൊലപാതകങ്ങളൊന്നും തന്നെ പുറം ലോകം അറിഞ്ഞതുമില്ല. അതിനിടെ ഈ കുഞ്ഞുങ്ങളുടെയെല്ലാം അസ്വാഭാവിക മരണത്തെപ്പറ്റി തനിക്കെതിരെ ആരും വിരൽ ചൂണ്ടരുതെന്ന് അമേലിയ ആഗ്രഹിച്ചു. അതിനാൽ തന്നെ മരണപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ അവൾ തീരുമാനിക്കുകയും അതിനായി ഒരു ഡോക്ടറെ സമീപിക്കുകയും ചെയ്തു. ഇത്രയും വർഷത്തെ തന്റെ കൊലപാതകങ്ങൾക്കിടയിൽ അമേലിയയ്ക്കു പറ്റിയ ആദ്യത്തെ തിരിച്ചടിയായിരുന്നു അത്. അമേലിയയുടെ പക്കലുള്ള കുഞ്ഞുങ്ങളുടെ മരണത്തിൽ സംശയം തോന്നിയ ഡോക്ടർ അത് പോലീസിനെ അറിയിച്ചതോടെ പോലീസ് അമേലിയയെ അറസ്റ്റ് ചെയ്തു. എന്നാൽ അവളാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്നു കണ്ടെത്താൻ പോലീസിനു കഴിഞ്ഞില്ല. പകരം ശ്രദ്ധക്കുറവ് മൂലം കുഞ്ഞുങ്ങൾ മരണപ്പെട്ടെന്ന കാരണത്താലാണ് അമേലിയ അറസ്റ്റിലാകുന്നത്.
അങ്ങനെ 6 മാസത്തോളം അവൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു പുറത്തിറങ്ങി. ജയിലിലെ ജീവിതം അവളെ മാനസികമായി തളർത്തി. പകുതി മനോരോഗിയായിട്ടായിരുന്നു അവൾ പുറത്തിറങ്ങിയത്. തന്റെ മാനസിക രോഗത്തിനായി അവൾ പല ചികിത്സകൾ തേടിയെങ്കിലും വലിയ ഫലമൊന്നും ഉണ്ടായില്ല. എന്നാൽ ജയിൽ മോചിതയായതിനു ശേഷവും തന്റെ ബേബി ഫാമിംഗ് ജോലി തന്നെ തുടർന്നു പോകാനായിരുന്നു അവളുടെ തീരുമാനം. അങ്ങനെ തന്റെ ജോലി തുടർന്നു പോരവേ 1890 ഒരു സ്ത്രീ താനേൽപ്പിച്ച കുഞ്ഞിനെ കാണാനായി വീണ്ടും അമേലിയയുടെ അടുത്തെത്തി. കുഞ്ഞിനെ അവൾ ആ സ്ത്രീയുടെ കൈകളിൽ ഏൽപ്പിച്ചു. എന്നാൽ അത് തന്റെ കുഞ്ഞല്ലെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി. തന്റെ കൈകളിലെത്തുന്ന കുഞ്ഞുങ്ങൾ ആരുടെയാണെന്നൊന്നും അമേലിയ ശ്രദ്ധിച്ചിരുന്നില്ല. തുടർന്ന് അവരുടെ യഥാർത്ഥ കുഞ്ഞിനെ അമേലിയ കാണിച്ചു കൊടുത്തെങ്കിലും ആ സംഭവത്തോടു കൂടി അവളൊന്ന് ഭയന്നു. വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വരുമോ എന്ന ചിന്ത അവളെ തളർത്തി. അതോടെ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. എന്നിട്ടും അവൾ തന്റെ ക്രൂരപ്രവൃത്തി തുടരുകയാണ് ചെയ്തത്. കൂടുതൽ കുട്ടികളെ ഏറ്റെടുത്ത് കൊലപ്പെടുത്താൻ തുടങ്ങി. വർഷം 1896 ജനുവരി. 25 വയസ്സുകാരിയായ എവലിന മർമോൺ എന്ന അവിവാഹിത ഡോറിസ് എന്നൊരു പെൺകുട്ടിക്ക് ജന്മം നൽകി. തന്റെ കുഞ്ഞിനെ നോക്കാനാകാത്തതിനാൽ അവൾ ബേബി ഫാമിംഗ് നടത്തുന്ന അമേലിയയുടെ കൈകളിൽ തന്റെ പൊന്നോമനയെ ഏൽപ്പിച്ചു. പണവും കുഞ്ഞും കിട്ടിയ ഉടൻ അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് തന്റെ മകളുടെ വീട്ടിലെത്തിച്ചേർന്നു. തുടർന്ന് കുഞ്ഞു ഡോറിസിനെ അവൾ ബേസ്മെന്റിൽ വെച്ച് കഴുത്തുഞെരിച്ചു കൊലപ്പെടുത്തി. തന്റെ കൈകളിലെത്തിയ മറ്റൊരു കുഞ്ഞിനെയും അവൾ ഇതുപോലെ തന്നെ കൊന്നതിനു ശേഷം നാപ്കിൻ തുണി കൊണ്ട് പൊതിഞ്ഞ് ബാഗിലാക്കി തേംസ് നദിയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. എന്നാൽ നദിയിലൂടെ പോകുകയായിരുന്ന ഒരാൾ ഈ ബാഗ് കണ്ടതും അത് തുറന്നു നോക്കി. കുഞ്ഞിന്റെ മൃതദേഹം കണ്ട ഉടൻ അയാൾ അത് പോലീസിൽ അറിയിക്കുകയും പോലീസ് വിദഗ്ധമായി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. വർഷം 1896 ഏപ്രിൽ 4 ഒരു സ്ത്രീ അമേലിയയെ തേടിയെത്തി. തന്റെ കുഞ്ഞിനെ നോക്കണമെന്നും ആവശ്യപ്പെട്ടു. കുഞ്ഞുമായി താൻ നാളെ വരാമെന്നും പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞുറപ്പിച്ച ശേഷം ആ സ്ത്രീ തിരിച്ചു പോകുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ അങ്ങോട്ടയച്ചത് പോലീസായിരുന്നു. ഉടനെ പോലീസ് അമേലിയയുടെ വീട്ടിലെത്തി പരിശോധന തുടങ്ങി. കുഞ്ഞുങ്ങളെ ഒന്നും തന്നെ അവർക്കവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട പല രേഖകളും അവിടെ നിന്നും ലഭിച്ചു. അതോടെ അമേലിയ വീണ്ടും അറസ്റ്റിലായി. താനാണ് കുഞ്ഞുങ്ങളെയെല്ലാം കൊലപ്പെടുത്തിയതെന്നവർ കുറ്റസമ്മതവും നടത്തി. തന്റെ 30 വർഷത്തെ ബേബി ഫാമിങ്ങിനിടയിൽ അവർ 400-ലേറെ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകാമെന്ന നിഗമനത്തിൽ പോലീസ് ഒടുവിൽ എത്തിച്ചേർന്നു. അമേലിയയുടെ കൂടെയുണ്ടായിരുന്ന മരുമകനെയും പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും താൻ ഒറ്റയ്ക്കാണ് കൊലപാതകങ്ങളെല്ലാം നടത്തിയതെന്നവൾ മൊഴി നൽകിയതോടെ മരുമകനെ കോടതി വെറുതെ വിട്ടു. അതോടെ 1896 മെയ് 22 അമേലിയയെ കുറ്റക്കാരിയായി കണ്ട് തൂക്കിക്കൊല്ലാൻ കോടതി വിധിക്കുകയും 1896 ജൂൺ 10 അവരുടെ 59-ാം വയസ്സിൽ അവരെ കോടതി തൂക്കിലേറ്റുകയും ചെയ്തു. അതോടെ ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിലെ തന്നെ അതിക്രൂരയായ സൈക്കോ കൊലപാതകി ഭൂമിയിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതായി.